എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹെയ്റ്റ് സ്പീച്ച് പ്രൊവിഷൻസിനെ കുറിച്ചിട്ടാണ്. ഇത് ഹിന്ദുവിലെ എഡിറ്റോറിയൽ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയൽ ആയിട്ട് തന്നെ നൽകിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ എഡിറ്റോറിയലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ മുന്നോട്ടുള്ള ഒരു കാലഘട്ടം എന്തായിരിക്കും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ ഹെയ്റ്റ് സ്പീച്ച് അറിയുന്നതിന് മുൻപ് എന്താണ് ഈ സ്പീച്ച് പ്രൊവിഷൻസ് അല്ലെങ്കിൽ സ്പീച്ച് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. 19(1) Clause A of Constitution of India. It provides a kind of freedom of speech and expression. നമുക്ക് ഈ തൽക്കാലം ഇങ്ങനെ എഴുതാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക, എങ്ങനെയൊക്കെയാണ് ഒരു അവകാശമായ ഒരാൾക്ക് ലഭിക്കുക? 3 വിധേനയാണ് ഒരാൾക്ക് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടാവുക. ഒന്ന് റിസീവ് ചെയ്യാനുള്ള അവകാശം, ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം, മറ്റൊന്ന് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം. ഈ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് സിനിമ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വാമൊഴിയായിട്ടുള്ള പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ തുടങ്ങിയ എന്തും എന്താണ്? എക്സ്പ്രഷൻസ് ആണ്. അതൊരു കലാരൂപമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മളുടെ ഒരു ചിത്രരചനയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയുമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയോ നാടകമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് ഒരു എക്സ്പ്രഷനോ ആകാം ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ബട്ട് ഒരു കാര്യം മാത്രം ഓർക്കണം, ദിസ് ഇസ് അണ്ടർ ദി സ്ട്രിക്റ്റ് നോംസ് ഓഫ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഒരാൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല, ആ സ്വാതന്ത്ര്യത്തിനകത്തുള്ള ഒരു സ്വാതന്ത്ര്യത്തിനകത്ത് ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് പുറമേ നിൽക്കുന്ന ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ അകത്ത് നിൽക്കുന്ന സ്വാതന്ത്ര്യം മാത്രമാണ് ഒരാൾക്കുണ്ടാവുക. ഇതിനകത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരാളെ അബ്യൂസ് ചെയ്യുകയോ ഡിഫെയിം ചെയ്യുകയോ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വയലേഷൻ അല്ലെങ്കിൽ വയലൻസിന് വേണ്ടിയിട്ട് ഉള്ള പ്രകോപനാത്മകമായിട്ടുള്ള സംസാരം മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് വൾണറബിൾ സെക്ഷന് എതിരെയുള്ള ഏതൊരു ഡിസ്കറേജ്മെന്റുകളും എന്തായിട്ട് കണക്കാക്കും? ഈ ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഗവൺമെന്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്തത് മിനിസ്ട്രി ഓഫ് യൂണിയൻ ഹോം മിനിസ്ട്രി എന്ത് ചെയ്തു? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റിയെ സ്ഥാപിച്ചു. കമ്മിറ്റി അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സ്ഥാപിച്ചു. ഈ കമ്മിറ്റി എന്ത് ചെയ്തു? നമ്മളുടെ എക്സ്പേർട്ട് കമ്മിറ്റിയായ TK വിശ്വനാഥന്റെയും ലോ കമ്മീഷന്റെയും ചില ഇൻപുട്ടുകൾ എവിടെ സ്വീകരിച്ചു? ഈ ലോ മേക്കിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഡെഫിനിഷൻ ബിൽഡിംഗിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇറ്റ് അഡ്വക്കേറ്റഡ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ടു ഇൻക്ലൂഡ് 153C and 505A to the Indian Penal Code. അതായത് 153C പറയുന്നു, എന്താണ് പറയുന്നത്? Would target speech gravely threatens any person or group with intention to cause fear or alarm, incite violence towards them, and prescribes a sentence of 2 years in prison and fine. ഇപ്പൊ 153C പറയുന്നു, ഏതെങ്കിലും തരത്തിലുള്ള വയലൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഭാഗത്തിനെതിരെയോ വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു കലാപത്തിനുള്ള ആഹ്വാനം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെ ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് കണക്കാക്കണം. അതിനു വേണ്ടിയിട്ട് 153C എന്നൊരു പുതിയ സെക്ഷൻ ആഡ് ചെയ്യണം. ആ സെക്ഷൻ പ്രകാരം എന്ത് ചെയ്യണം? ഒരു 2 വർഷത്തെ തടവോ അല്ലെങ്കിൽ 2 വർഷത്തെ തടവും ഫൈനും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് ഗവൺമെന്റ് പോകണം എന്നതാണ് ഒന്നാമത്തെ ഉപദേശം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആവശ്യമായിട്ട് പറഞ്ഞത് സെക്ഷൻ 5A. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഡിവൈസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രിന്റ് മീഡിയാസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മീഡിയ വഴി proposes to punish speech and writings that causes fear or alarm among group or provides violence against it on the grounds of race, religion, gender, sexual orientation, place of birth or disability. അയാളുടെ ജന്മദേശം അല്ലെങ്കിൽ അയാളുടെ ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, അയാളുടെ ജന്മദേശം, അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ജെൻഡർ, റിലീജിയൻ, ജാതി, മതം, വർഗം, ഇതൊക്കെയും മുൻകൂട്ടിക്കൊണ്ടുകൊണ്ട് ആ ഒരു വയലൻസ് അല്ലെങ്കിൽ അവർക്കെതിരെ അല്ലെങ്കിൽ ആ വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസുകൾ
ഒക്കെ വേണ്ടിയിട്ട് പ്രകോപനപരമായിട്ട് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ഒരു സാധ്യത കൂടി എവിടെ ആഡ് ചെയ്യണം? ഇന്ത്യൻ പീനൽ കോഡിൽ ആഡ് ചെയ്യണം എന്നതാണ് കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നത്. പക്ഷെ ഇതിനുള്ള ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതൊരു ഹറീഡ് പ്രോസസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളായിട്ട് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് COVID-19 ലോക്ക്ഡൌൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും എന്താണ് ഒരു കളക്റ്റീവ് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റൊരാളുകളിലേക്ക് എന്താണ് ഒരു അഭിപ്രായ രൂപീകരണത്തിനുമുള്ള സാഹചര്യം ഇല്ലാത്തപ്പോൾ ഈ ഒരു വളരെ എന്താണ് ഒരു കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ ലോ മേക്കേഴ്സിന്റെ അല്ലെങ്കിൽ ലോയേഴ്സിന്റെ മാത്രം അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം രൂപീകരിക്കുന്നതിനെയാണ് ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുന്നത്. പക്ഷെ എന്നാൽ ഇതിനെ മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ജാതി, മതം, വർഗം, ലിംഗം, ദേശം തുടങ്ങി ഒരുപാട് ലെയറുകളുള്ള ഈ രാജ്യത്ത് എല്ലാ ആളുകളുടെയും എല്ലാ വിശ്വാസത്തിന്റെയും എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ ഒരു അഭിപ്രായ രൂപീകരണത്തിന് ശേഷം വളരെ സൂക്ഷ്മതയോടെ മാത്രം ചെയ്യേണ്ട ഒന്നാണ് ഈ ഹെയ്റ്റ് സ്പീച്ചിന്റെ പ്രൊവിഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളത്. അതായത് വളരെ ആംബിഗ്വസ് ആയിട്ട് ഇന്നിപ്പോൾ നിൽക്കുന്ന ഈ ഹെയ്റ്റ് സ്പീച്ച് പ്രൊവിഷൻസിനെ വളരെയധികം ഇൻക്ലൂസീവ് ആക്കണമെങ്കിൽ എല്ലാ ആളുകളുടെയും അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കളക്റ്റീവ് ഡേറ്റ കളക്ഷന്റെ അല്ലെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിന്റെ റിസൾട്ട് ആയിട്ട് വേണം ഇത് ചെയ്യുവാൻ. അല്ലായെങ്കിൽ നമുക്കറിയാം ഒരു വ്യക്തതയില്ലാത്ത ഒരു നിയമമായിരുന്നു IT സെക്ഷൻ 66A of Information Technology Act. It may be recalled was struck down by Supreme Court because it failed to define some terms that sought to criminalize offensive and annoying messages. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 66A കൃത്യമായിട്ട് ചില പ്രശ്നങ്ങളിൽ ചില ഒഫൻസീവ് ആണ് എന്ന് പറയുന്നതിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനില്ലായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആംബിഗ്വിറ്റികൾ ഇവിടെ ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു ഹെയ്റ്റ് സ്പീച്ചിന്റെ പ്രൊവിഷൻസ് ആഡ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് ഹെയ്റ്റ് സ്പീച്ച്? ഇറ്റ് റിഫേഴ്സ് ടു വേർഡ്സ് whose intent is to create hatred towards a particular group. That group may be a community, religion or race. അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ, ഒരു മതത്തിനെതിരെ, ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ വെറുപ്പുളവാക്കാൻ സാധ്യതയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് എന്താണ്? ഹെയ്റ്റ് സ്പീച്ച് ആണ്. The speech may be or may not be have meaning, but it is likely to result in violence. പ്രത്യേകിച്ച് എന്താണ് ഏതെങ്കിലും തരത്തിൽ വയലൻസിലേക്ക് എത്തിച്ചേരാവുന്ന ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതൊന്നും എന്താണ് ഹെയ്റ്റ് സ്പീച്ചിന്റെ ഗണത്തിൽ വരുത്തേണ്ടതാണ്. The Bureau of Police Research and Development recently published a manual for investigating agency on cyber harassment cases that defined hate speech as a language that denigrates, insults, threatens or targets an individual based on their identity and other traits such as sexual orientation, disability or religion, etc. അതായത് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരു എന്താണ് ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈം പ്രോട്ടോകോൾ അല്ലെങ്കിൽ പ്രൊസീജിയർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനെ ഒരു ഹെയ്റ്റ് സ്പീച്ചിനെ ഇവരിങ്ങനെ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഒന്ന്, ഏതെങ്കിലും ഭാഷകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റിയെ, അതായത് അദ്ദേഹത്തിന്റെ ജാതി, മതം, ലിംഗം, ദേശം, ഡിസബിലിറ്റി, റിലീജിയൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കുകയോ എന്ത് ചെയ്താലും അത് ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് കണക്ക് കൂട്ടണം എന്നതാണ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മാനുവൽ എന്ന് പറയുന്നത്. In the 276th report in Law Commission of India, hate speech is stated as an incitement to hatred primarily against a group of persons defined in terms of race, ethnicity, gender, sexual orientation, religious belief and the like. But 267th റിപ്പോർട്ടും ലോ കമ്മീഷൻ റിപ്പോർട്ടും ഇതിനെ സാധൂകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെതിരെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്കെതിരെ വെറുപ്പ് ഉണ്ടാക്കുന്ന തലത്തിലുള്ള ഏതൊരു സംഭാഷണവും എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? ജാതി, എത്നിസിറ്റി, ജെൻഡർ, അയാളുടെ സെക്ഷുവൽ ഓറിയന്റേഷൻ, വിശ്വാസങ്ങൾ, അങ്ങനെയുള്ള എന്തിനേയും അടിസ്ഥാനപ്പെടുത്തി ആ പ്രത്യേക വിഭാഗത്തിനെതിരെ വെറുപ്പ് ഇളക്കി വിടുന്ന ഏതൊരു വാക്കും അത് ഹെയ്റ്റ് സ്പീച്ച് ആണ് എന്നാണ് 267ാമത് റിപ്പോർട്ട്, ലോ കമ്മീഷന്റെ 267ാമത് റിപ്പോർട്ട് നമുക്ക് മുന്നോട്ട് തരുന്നത്.
In order to determine whether a particular instance of speech is a hate speech or not, the context of speech plays an important role. ഏത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം സംസാരിച്ചത് എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് നിലവിലുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന് ഇന്ത്യൻ പീനൽ കോഡിലും വരുന്നുണ്ട്, അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും എന്ത് വരുന്നുണ്ട്, ഹെയ്റ്റ് സ്പീച്ചിനെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ നമുക്ക് ഹെയ്റ്റ് സ്പീച്ച് പ്രൊവിഷൻസ് ആർ ഡീലിംഗ് ഓൺലി അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് മാത്രമല്ല, പീപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും എന്ത് വരുന്നുണ്ട്, ഈ ഒരു സാധ്യത വരുന്നുണ്ട്. സെക്ഷൻ 153A and 153B of IPC, 295A of IPC, 505 clause 1, 505 clause 2 IPC, അതുപോലെ തന്നെ സെക്ഷൻ 123(3)A and 125 of Representation of People Act, ഇത്രയും എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഹെയ്റ്റ് സ്പീച്ചിനെ ഡീൽ ചെയ്യുന്നുണ്ട്. 153A and 153B of IPC punishes acts that cause enmity and hate between two groups. ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ മെയിൻസിനും ഈ നമ്പർ മാത്രമായിട്ട് ചിലപ്പോൾ ചോദിച്ചാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിവതും ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. 153 and 153B എന്തിനാണ് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമാകുന്ന, വെറുപ്പിന് കാരണമാകുന്ന ഏതൊരു ആക്ടും എന്താണ്, ഹെയ്റ്റ് സ്പീച്ച് ആണ് എന്ന് പറഞ്ഞ് 153A-യും 153B-യും ഡീൽ ചെയ്യുന്നു. 295A of IPC deals with punishing acts with deliberately or with malicious intention outrage the public religious feelings of a class of person. ഒരു വിഭാഗം ആളുകളുടെ എന്താണ് മതവികാരത്തെ ഇന്റൻഷനലി മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ 505 clause 1, 505 clause 2 make the publication and circulation of content which may cause ill will or hatred between different groups or offense. അതായത് രണ്ട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾക്കെതിരെ ഉള്ള പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ വെറുപ്പുളവാക്കുന്ന ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ that will be treating under 505 and 505(2). Under the Representation of People Act, Section 8 of the Representation of People Act 1951 prevents a person convicted in illegal use of freedom of speech from contesting an election. Another point, Section 123(3)A and 125 of Representation of People Act bars the promotion of animosity on the grounds of race, religion, community, caste or language in reference to election and include it under the corrupt electoral practices. ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത രണ്ട് കമ്മിറ്റികളാണ്, ഒന്ന് വിശ്വനാഥൻ കമ്മിറ്റിയും രണ്ട് ബെസ്ബറുവ കമ്മിറ്റിയും. ബെസ്ബറുവ കമ്മിറ്റി 2014, വിശ്വനാഥൻ കമ്മിറ്റി 2019. വിശ്വനാഥൻ കമ്മിറ്റിയുടെ ആവശ്യമായിരുന്നു 153C ആഡ് ചെയ്യണം ആൻഡ് സെക്ഷൻ 505(a) in the IPC for incitement to commit an offense on grounds of religion, race, caste or community, place of birth and so on. It proposed a punishment up to 2 years along with ₹5,000 fine. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു മിനിറ്റ് സെക്കൻഡ് മുമ്പ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ഇവിടെ 153CA കുറിച്ചും 505A കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് വിശ്വനാഥൻ കമ്മിറ്റിയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. It proposed amendment to the section 153C of IPC promoting or attempting to promote acts prejudicial to human dignity, punishable by 5 years and fine or both, and section 509A IPC word, gesture or act intended to insult member of a particular race, punishable by 3 years or fine or both. ഈ രണ്ട് കമ്മിറ്റികൾ, വിശ്വനാഥൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ബെസ്ബറുവ കമ്മിറ്റിയും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഹെയ്റ്റ് സ്പീച്ചിനെതിരെ അല്ലെങ്കിൽ പുതിയ IPCകളിൽ അമെൻമെന്റുകൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട രണ്ട് കമ്മിറ്റിയായിരുന്നു വിശ്വനാഥൻ കമ്മിറ്റി. ഹാപ്പൻ ഇൻ ദി ഇയർ 2019. ബെസ്ബറുവ കമ്മിറ്റി വാസ് ഇൻ 2014. ഇത് രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതാണ് 9-pin bowling aimed at free speech and privacy. എന്താണ് ഇതിന്റെ ഒരു കാര്യം എന്ന് നോക്കാം. ഫെബ്രുവരി 2021 ഗവൺമെന്റ് പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു, നോട്ടിഫൈഡ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? The IT guideline for intermediaries and digital media ethics code 2021.
ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല പോസിറ്റിവിറ്റിയും ഉണ്ട്, ചില നെഗറ്റിവിറ്റികളും കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പോസിറ്റീവ് ഗൈഡ് ലൈൻ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് the rules must be credited for the mandate of duties such as ഒന്ന് removal of non-consensual intimate pictures within 24 hours. അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള നോൺ കൺസെൻഷ്വൽ റിലേഷൻഷിപ്പിന്റെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സോ വീഡിയോസോ നമ്മളുടെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം ആ പോസ്റ്റ് റിമൂവ് ചെയ്തിരിക്കണം. ആര്? ഇന്റർമീഡിയറീസ്. ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു പ്രൊവൈഡ് ദിസ് പ്ലാറ്റ്ഫോം, ദാറ്റ് ഈസ് നോൺ ആസ് ഇന്റർമീഡിയറീസ്. അതുപോലെ തന്നെ എന്താണ് എല്ലാ പബ്ലിക്കേഷൻ ഓഫ് കംപ്ലയൻസ് റിപ്പോർട്ട്സ് ടു ഇൻക്രീസ് ട്രാൻസ്പെറൻസി. ഇപ്പൊ കംപ്ലയൻസ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുക, രണ്ടാമത്തെ ഒരു സിസ്റ്റം. മൂന്നാമത്തെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് എ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ഫോർ കോണ്ടന്റ് റിമൂവൽ ആൻഡ് ആഡിങ് എ ലേബൽ ടു ഇൻഫർമേഷൻ ഫോർ യൂസേഴ്സ്. മൂന്നാമത്തേത് എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ആര് കൊണ്ടുവരണം? ഈ ഇന്റർമീഡിയറീസ് കൊണ്ടുവരണം. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതൊരു കണ്ടന്റുകളാണെങ്കിലും ശരി, ആഡിങ് എ ലേബൽ ടു ഇൻഫർമേഷൻ ഫോർ യൂസർ ടു നോ വെദർ കണ്ടന്റ് ഈസ് അഡ്വർടൈസ്ഡ്, ഓൺഡ്, സ്പോൺസേർഡ് ഓർ എക്സ്ക്ലൂസീവ്ലി കൺട്രോൾഡ്. ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് വരുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റുകൾ എങ്ങനെയാണ് എന്താണ് അഡ്വർടൈസ്ഡ് ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഓൺഡ് ആണോ, സ്പോൺസേർഡ് ആണോ, എക്സ്ക്ലൂസീവ് കൺട്രോൾ ഉള്ളതാണോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇന്റിമേഷൻ ആർക്ക് കൊടുക്കണം? ആ വീഡിയോ അല്ലെങ്കിൽ ആ കണ്ടന്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക്, ഓഡിയന് എത്തിക്കണം. എന്നാൽ ഇതിനകത്ത് പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഈ ഗൈഡ് ലൈനുകൾ പുട്ടസ്വാമി കേസുകളിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രസിഡന്റിന് അനുസൃതമായിട്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ നോട്ട് ഇൻ ലൈൻ വിത്ത് ദ പ്രയർ പ്രസിഡന്റ് സച്ച് ആസ് സുപ്രീം കോർട്ട് മാൻഡേറ്റഡ് ഇൻ കേസ് പുട്ടസ്വാമി. അതുപോലെ തന്നെ ചില ആംബിഗ്വിറ്റീസ് എന്താണ്? ചില കാര്യങ്ങളിൽ ആംബിഗ്വിറ്റീസ് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ് ആംബിഗ്വിറ്റീസ് എന്ന് നോക്കാം. ഒന്നാമത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എ പോസ്റ്റഡ് എ കണ്ടന്റ് ഇൻ ഫേസ്ബുക്കിന് ഈ പറയുന്ന ഇദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകളിൽ അല്ലെങ്കിൽ ഇദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ റൈറ്റുകൾ അല്ലെങ്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് ആർക്ക് കിട്ടുന്നില്ല? ഈ ഇന്റർമീഡിയർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ സെൻസർ ചെയ്യാനോ അല്ലെങ്കിൽ ആദ്യം തന്നെ റിമൂവ് ചെയ്യാനോ സാധിക്കുന്ന ഒന്നല്ല. അതാണ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 79 ഓഫ് IT ആക്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർമീഡിയറീസിന് ഒരു സേഫ് ഹാർബർ അല്ലെങ്കിൽ ഒരു സേഫ് ഹാർബർ പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ സേഫ് ഹാർബർ പ്രൊവിഷൻ എന്ന് പറയുന്നത്? ഇത്തരത്തിലൊരു ഡയറക്റ്റ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു ലീഗൽ അല്ലെങ്കിൽ പ്രൊവിഷൻസിലേക്ക് വരുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ ഈ ഇന്റർമീഡിയറീസിനെ ഒരിക്കലും ഒരു പ്രതിയാക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് വലിച്ചഴയ്ക്കുവാനോ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ 15 ദിവസത്തിനകം നിങ്ങൾ കംപ്ലയൻസിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി ലൂസിങ് ദിസ് സേഫ് ഹാർബർ പ്രൊവിഷൻസ്. സോ ദ ഗവൺമെന്റ് ഈസ് പുഷിംഗ് ഹാർഡ് ദീസ് intermediaries to make alliance with this kind of rules put forward by government of India. ഇത്തരത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഡ്യൂ ഡിലിജൻസ് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, DD നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സേഫ് ഹാർബർ പ്രൊവിഷൻസ് നിൽക്കാനുള്ള അധികാരമില്ല. പിന്നെ അല്ലെങ്കിൽ ഒരു അവകാശമില്ലാതെ വരും. അതുപോലെ തന്നെ അടുത്തൊരു ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത് ഏതെങ്കിലും ഒരു ഫ്രീ സ്പീച്ചിന്റെ അല്ലെങ്കിൽ ഒരു സ്പീച്ചിന്റെ ഒരാളുടെ ഒരു കണ്ടന്റിനെ ആ ഗവൺമെന്റ് ഒരു കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് 36 മണിക്കൂറിനകം അത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് അല്ലെങ്കിൽ 36 മണിക്കൂറിനുള്ളിൽ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിരിക്കണം. ആൻഡ് ഇന്റർമീഡിയറി ഈസ് നൗ സപ്പോസ് ടു ടേക്ക് ഡൗൺ content within 36 hours upon receiving orders from the government.
അപ്പോൾ ഇതിനെ തീരുമാനിക്കുന്നത് ആരാണ്? ഏതാണ് ഫെയർ സ്പീച്ച് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആരിലേക്ക് പോകുന്നു? സ്വാഭാവികമായിട്ടും ഗവൺമെന്റിലേക്ക് പോകുന്നു. ഈ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ജനങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അദ്ദേഹം അല്ലെങ്കിൽ വളരെ സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കുവാനുള്ള അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ വിമർശിക്കുവാനുള്ള അവകാശം ഒരു വ്യക്തികൾക്കും ഉണ്ട്. നമുക്കറിയാം പല കേസുകളും നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് മനുഭായ് കേസസ് അല്ലെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് പ്രൊഫസർ മനുഭായ് ഡി ഷാ കേസ് 1992. ഈ 92 ഈ കേസിൽ പറയുന്നുണ്ട്, സുപ്രീം കോടതി പറയുന്നുണ്ട്, ദ ഫ്രീഡം ടു സർക്കുലേറ്റ് വൺ വ്യൂ ആസ് ദ ലൈഫ് ലൈൻ ഓഫ് എനി ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് വെന്റ് ഓൺ ടു സേ ദാറ്റ് എനി അറ്റംപ്റ്റ് ടു സ്റ്റിഫിൾ, suffocate or gag this right would sound a death knell to democracy. അതായത് ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സിസ്റ്റത്തില് അവർക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാനും പ്രകടിപ്പിക്കുവാനും പബ്ലിഷ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് ഗവൺമെന്റ് ഈസ് കട്ടിംഗ് ഡൗൺ ദാറ്റ് റൈറ്റ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഓഫ് 36 hours. 36 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? The state or the intermediaries should withdraw that particular post. അപ്പോൾ എന്താണ് ഈ സ്പീച്ച് സംസാരിക്കാനുള്ള അവകാശം, ഓൺലൈൻ സ്പീച്ചിലേക്കുള്ള അവകാശം ആർക്കില്ലാതെ വരുന്നുണ്ട്? ഒരു വ്യക്തിക്ക് ഇല്ലാതെ വരുന്നു എന്ന് തന്നെ ഇവിടെ ഭയക്കേണ്ടതുണ്ട്. അടുത്തത്, these rules undermine the right to privacy by imposing a traceability requirement. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു ആവശ്യമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ സോഴ്സ് ഓഫ് കണ്ടന്റ് കണ്ടുപിടിക്കുവാനുള്ള പ്രൊവിഷൻസ് ആര് ചെയ്യണം? ഈ ഇന്റർമീഡിയറീസ് ചെയ്യണം. നമുക്കറിയാം വാട്സാപ്പിന്റെ പ്രത്യേകത എന്താണ്? എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. അതായത് സെൻഡർക്കും റിസീവർക്കും മാത്രമാണ് അത് വായിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക. ദ വാട്സാപ്പ് cannot get into the മെസ്സേജ് അല്ലെ. അപ്പൊ ആ വ്യക്തികളുടെ മെസ്സേജുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷനിലേക്കോ കടന്നു ചെല്ലാനുള്ള അധികാരം ഈ വാട്സാപ്പിനില്ല. ബട്ട് ഇൻ ദിസ് കേസ് ഗവൺമെന്റ് ഈസ് പുഷിംഗ് ഹാർഡ് ദം ടു ഇന്റർഫിയർ ഇൻ പീപ്പിൾസ് ചാറ്റ് ആസ് വെൽ. കാരണം എന്താണ്? ദേ വിൽ ഹാവ് ടു കോംപ്രമൈസ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഏത് ഗവൺമെന്റ് ആണ് എപ്പോഴാണ് ഏതിനെയാണ് ചോദിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ദേ വിൽ ഹാവ് ടു മോണിറ്റർ ദ എൻറ്റയർ സിസ്റ്റം, entire messages passing through WhatsApp. അത് നമുക്കറിയാം ആർട്ടിക്കിൾ 21 നമ്മുടെ പൊട്ടുസ്വാമി കേസിൽ നമുക്കറിയാം ആർട്ടിക്കിൾ 21 തന്നിരിക്കുന്ന ഇംപ്ലോയിഡ് റൈറ്റ് ആണ് റൈറ്റ് ടു പ്രൈവസി. അപ്പോൾ ജനങ്ങളുടെ പ്രൈവസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനുള്ള സ്വകാര്യതയ്ക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടും ഇതിനെ കാണുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു റൂൾ കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. എന്നാൽ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ ബിസിനസ് റൂൾസ് 1961 ഡസ് നോട്ട് എംപവർ MEITY Ministry of Electronics and Information Technology to frame regulation for digital media. This power belongs to Ministry of Information and Broadcasting. That means ഇവർ പലപ്പോഴും ഇല്ലാത്ത അധികാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ഏറ്റവും വലിയ പ്രധാന ഒരു ഇഷ്യൂ ആയിട്ട് ഇത്തരത്തിലുള്ള ഇന്റർമീഡിയറീസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ഫിനാൻഷ്യൽ ബർഡനിലേക്കും വഴിവെക്കും. എന്താണ് ഫിനാൻഷ്യൽ ബർഡനിലേക്ക് വഴിവെക്കുന്നത്? അതായത് ഇവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. The rules create futile additional operational costs for intermediaries by requiring them to have intern resident nodal officers, compliance officers and grievance officers. ഒന്ന് ഇന്റേൺ റെസിഡന്റ് ആയിട്ടുള്ള കംപ്ലയൻസ് ഓഫീസറിനെയും റെസിഡന്റ് ആയിട്ടുള്ള നോഡൽ ഓഫീസേഴ്സിനെയും ഇവർ അപ്പോയിന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഇന്റർമീഡിയറീസ് ആർ ഓൾസോ റിക്വയർഡ് ടു ഹാവ് ഓഫീസേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഈ രണ്ട് കാര്യങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്യുന്ന വരും? കൂടുതൽ ചെലവ് ഉണ്ടാകേണ്ടി വരും. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ഇല്ലാതിരിക്കുന്നത് കൊണ്ട് മറ്റു രീതികളിലേക്ക് ഇതുപോലെ ലൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യപ്പെടുന്ന ഡേറ്റകൾ പലപ്പോഴും മറ്റൊരു അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള
അല്ലെങ്കിൽ അയാളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അയാളുടെ സ്വകാര്യത കാത്ത് സംരക്ഷിക്കാനുള്ള അവകാശത്തിനെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ് ഇതിലെ വേദനിപ്പിക്കുന്ന ഒരു പ്രോബ്ലമായിട്ട് ഈ എഡിറ്റോറിയൽ നമ്മളെ എടുത്തു കാണിക്കുന്നത്. സോ ഗവൺമെന്റ് ഷുഡ് റീതിങ്ക് about all these things to considering all these factors mentioned by K.S. Puttaswamy case, and as well Life Insurance Corporation of India versus Professor Manubhai D. Shah case as well. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ജനങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെ കൺകറൻസും അവരുടെ അവരുടെ ഒരു മാസ് ഡേറ്റ കളക്ഷനും ശേഷം വേണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രദ്ധിക്കാൻ. പക്ഷേ after all the country's security is having top priority in all means, so that we cannot compromise that as well. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് റീവർക്ക് ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നാണ് ഈ ഓതേഴ്സ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകളായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്. സോ റീഡ് ഇറ്റ് വെൽ. താങ്ക് യു.